നമ്മൾ ഈ കൊറിഡോറിലൊന്നും എന്താ പറയുക, നമ്മൾ കാർപ്പറ്റ് ഏരിയ ആയിട്ട് കണക്കാക്കത്തില്ല. അതായത് കൊറിഡോറും പാസേജ് അതൊക്കെ നമുക്ക് ലിവബിൾ ഏരിയയിൽ നിന്ന് മൈനസ് ചെയ്താൽ നമ്മൾ ഫ്ലോർ ഏരിയയിൽ നിന്ന് ഇതൊക്കെ കുറച്ചെടുക്കുന്നതാണ് നമ്മുടെ കാർപ്പറ്റ് ഏരിയ. ലിവബിൾ ഏരിയ എന്ന് ലെറ്റബിൾ ഏരിയ എന്നൊക്കെ പറയും. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമുക്കറിയാം എസ്റ്റിമേഷൻ, കോസ്റ്റിംഗ് ആൻഡ് വാല്യുവേഷൻ എന്ന് പറയുന്ന പേപ്പറിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയായിരിക്കും. കാര്യം നമുക്കിപ്പോൾ വന്ന PWD ഇറിഗേഷൻ ഗ്രേഡ് 2 നോട്ടിഫിക്കേഷൻ, അത് നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം എസ്റ്റിമേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസിൻ്റെ വെയിറ്റേജ് കൂടുതലായിരുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് ഡെഫിനിഷൻസ്, സ്ഥിരം എസ്റ്റിമേഷനിൽ ചോദിച്ചു വരുന്ന കുറച്ച് ഡെഫിനിഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ആദ്യമായിട്ട് പ്ലിന്ത് ഏരിയ ആണ്. എപ്പോഴും എക്സാമിനും ചോദിച്ചിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് പ്ലിന്ത് ഏരിയ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ ഫ്ലോർ ലെവൽ, അതായത് ഏതൊരു സ്റ്റോറി, അതായത് പല നിലകളിലുള്ള വീടായിരിക്കും, നമ്മൾ ഒരു പർട്ടിക്കുലർ സ്റ്റോറിയിൽ എടുത്തു കഴിഞ്ഞാൽ ആ നിലയിലുള്ള ബിൽഡപ്പ് കവേർഡ് ഏരിയ വിളിക്കുന്ന പേരാണ് പ്ലിന്ത് ഏരിയ. ബിൽഡപ്പ് കവേർഡ് ഏരിയ ഓഫ് എ ബിൽഡിംഗ് മെഷർഡ് ദ ഫ്ലോർ ലെവൽ ഓഫ് എനി സ്റ്റോറി. ഏതെങ്കിലും സ്റ്റോറിയിൽ ഫ്ലോർ ലെവലിൽ നമ്മൾ ബിൽഡപ്പ് കവേർഡ് ഏരിയ വിളിക്കുന്ന പേരാണ് പ്ലിന്ത് ഏരിയ എന്ന് പറയും. ഓക്കെ, അപ്പോൾ പ്ലിന്ത് ഏരിയ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു ബിൽഡിങ്ങിൻ്റെ പ്ലാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്റ്റേണൽ ഡയമെൻഷൻസ് നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കുക, പ്ലിന്ത് ഏരിയ കണ്ടുപിടിക്കുക. പ്ലിന്ത് ഓഫ്സെറ്റ്സ് ഉണ്ടെങ്കിൽ അത് കുറച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ എക്സ്റ്റേണൽ ഡയമെൻഷൻസ് നിന്നാണ്, ഇപ്പോൾ ഇത് B ആണ്, ഇത് D ആണെങ്കിൽ B × D ആയിരിക്കും നമ്മുടെ പ്ലിന്ത് ഏരിയ എന്ന് പറയും. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ദ പ്ലിന്ത് ഏരിയ ഈസ് കാൽക്കുലേറ്റഡ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ വരച്ചു തന്നതിനേക്കാളും കൂടുതൽ ക്ലിയർ ആയിട്ട് ഈ ഫിഗർ എന്ന് മനസ്സിലാവുമായിരിക്കും. സോ ഇതാണ് നമ്മുടെ ഔട്ടർ ഡയമെൻഷനിൽ നിന്ന് നമ്മൾ ഔട്ടർ ടു ഔട്ടർ ഡയമെൻഷൻ എടുത്തിട്ടാണ് പ്ലിന്ത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി പ്ലിന്ത് ഏരിയ കാൽക്കുലേഷനിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യണം. ഇത് പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പോൾ പ്ലിന്ത് ഏരിയയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾ ഫ്ലോർസ്, എല്ലാ ഫ്ലോറുകളും വേണം. ഏരിയ ഓഫ് വോൾ അറ്റ് ദ ഫ്ലോർ ലെവൽ, വോളും ഇൻക്ലൂഡ് ചെയ്ത് വേണം നമ്മൾ എടുക്കാനായിട്ട്. എക്സ്ക്ലൂഡിങ് പ്ലിന്ത് ഓഫ്സെറ്റ് ഉണ്ടെങ്കിൽ അത് കുറച്ച് കൊടുക്കണം. പക്ഷേ നമ്മൾ വോൾ ഉണ്ടെങ്കിൽ വോളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഈ ഇൻറ്റേർണൽ ഷാഫ്റ്റ് ഫോർ സാനിറ്ററി ഇൻസ്റ്റലേഷൻസ് വല്ല ഇൻറ്റേർണൽ ഷാഫ്റ്റുകളുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. പ്രൊവൈഡഡ് ദീസ് ഡു നോട്ട് എക്സീഡ് 2 m² ഇൻ ഏരിയ ഇൻ എയർ കണ്ടീഷൻ ഡക്ട്സ്, ലിഫ്റ്റ് എക്സെട്ര. എയർ കണ്ടീഷനിങ്ങിൻ്റെ ഡക്റ്റോ അല്ലെങ്കിൽ ലിഫ്റ്റിൻ്റെ ഒക്കെ ഓപ്പണിംഗ് ഉണ്ടാകും, പക്ഷേ അതിൻ്റെ ഏരിയ 2 m² എക്സീഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അങ്ങനെയാണ് യു ക്യാൻ ടേക്ക് ഇറ്റ് ഫോർ ദ കൺസിഡറേഷൻ. ഇനി ഏരിയ ഓഫ് ബർസാത്തി ആൻഡ് ഏരിയ ഓഫ് മംറ്റി അറ്റ് ദ ടെറസ് ലെവൽ. അതായത് ടെറസ് നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്ഥലത്തൊക്കെ കണ്ടിട്ടായിരിക്കും. ടെറസ് ലെവലിലൊക്കെ നമ്മൾ ഒരു ഓപ്പൺ ഏരിയ ഉണ്ടായിരിക്കും, അവിടെ ഒരു ബാത്റൂം കാണുമായിരിക്കും, അവിടെ ഈ നമ്മുടെ എന്താ പറയുക ബെഡൊക്കെ ഇട്ട ആൾക്കാർ റൂം പോലെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ബർസാത്തി എന്നൊക്കെ പറയുന്നത്. ഇനി മംറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു സ്റ്റെയർ റൂമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഏരിയ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പ്ലിന്ത് ഏരിയയുടെ കാൽക്കുലേഷന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഏരിയ ഓഫ് പോർച്ചസ് അതർ ദാൻ കാൻഡിലിവേർഡ് പോർച്ച് അല്ലാതെ വേറെ എല്ലാ പോർച്ചും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് ഇറ്റ് ഷുഡ് നോട്ട് ഇൻക്ലൂഡ്, അതായത് നമ്മൾ പ്ലിന്ത് ഏരിയയുടെ കാൽക്കുലേഷന് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഇത് പലപ്പോഴും ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടാത്തത്? നമ്മൾ നേരത്തെ പറഞ്ഞു 2 m² വരെയുള്ള ഓപ്പണിംഗ്. അപ്പോൾ ഇൻറ്റേർണൽ സാനിറ്ററി ഷാഫ്റ്റ്സ് പ്രൊവൈഡഡ് ദീസ് ആർ മോർ ദാൻ 2 m² ഇൻ ഏരിയ. അപ്പോൾ ഇൻറ്റേർണൽ ഷാഫ്റ്റുകളുടെ ഏരിയ 2 m² കൂടിക്കഴിഞ്ഞാൽ അത് എക്സ്ക്ലൂഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യൻ ഇൻറ്റേർണൽ ഷാഫ്റ്റ് എന്ന് കാണുമ്പോഴേ പോയി എഴുതരുത്, അതിൻ്റെ ഏരിയ നോക്കുക. ഏരിയ 2 m² കൂടുതലാണെങ്കിൽ മാത്രമാണ് വി ഹാവ് ടു എക്സ്ക്ലൂഡ് ദാറ്റ്. പിന്നെ അൺഎൻക്ലോസ്ഡ് ആയിട്ടുള്ള ബാൽക്കണീസ് ഉണ്ടെങ്കിൽ അത് എക്സ്ക്ലൂഡ് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തത് ടവേഴ്സ്, ടററ്റ്സ്, ഡോംസ് എക്സെട്ര പ്രൊജക്റ്റിംഗ് അബോവ് ദ ടെറസ് ലെവൽ നോട്ട് ഫോമിങ് എ സ്റ്റോറി അറ്റ് ദ ടെറസ് ലെവൽ. അതായത് ഈ ടവർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ടററ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി പഴയ നമ്മുടെ പ്രിൻസസിൻ്റെ ഒക്കെ കഥകളിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഫ്ലോറിൻ്റെ മുകളിൽ, അതിനാണ് ടററ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഡോംസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഡോംസ് പള്ളികളൊക്കെ പോലെയുള്ള ഡോംസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഫ്ലോറിലല്ല അത്, പക്ഷേ ഇതുപോലെ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന അവരൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, നമ്മൾ പ്ലിന്ത് ഏരിയയുടെ കാൽക്കുലേഷൻ ഉപയോഗിക്കേണ്ട. അതുപോലെ തന്നെ ആർക്കിടെക്ചറൽ ബാൻഡ്സ്, കോർണിസസ് എക്സെട്ര, നമ്മുടെ ഭംഗിക്ക് വേണ്ടി കൊടുക്കുന്ന ആർക്കിടെക്ചറൽ ബാൻഡ്സ്, കോർണിസസ് ഒന്നും കാൽക്കുലേഷൻ ഉപയോഗിക്കേണ്ട. സൺഷെയ്ഡ്, വെർട്ടിക്കൽ സൺ ബ്രേക്കേഴ്സ്, ബോക്സ് ലവേഴ്സ് പ്രൊജക്റ്റിംഗ് ഔട്ട്സൈഡ്, ഇതൊന്നും നമുക്ക് നമ്മുടെ പ്ലിന്ത് ഏരിയയുടെ കാൽക്കുലേഷൻസിന് ആവശ്യമില്ല. അപ്പോൾ പ്ലിന്ത് ഏരിയ എന്താണെന്നും പ്ലിന്ത് ഏരിയയുടെ കാൽക്കുലേഷൻസിന് എന്തൊക്കെ ഉപയോഗിക്കണമെന്നും കാൽക്കുലേഷൻ എന്തൊക്കെ ഉപയോഗിക്കേണ്ട എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അടുത്ത ഒരു ഏരിയ ആണ് ഫ്ലോർ ഏരിയ. നമുക്കറിയാം ഫ്ലോർ
നമ്മളൊരു റൂം എടുത്തു കഴിഞ്ഞാൽ ഫ്ലോർ എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ് ഫ്ലോർ ഏരിയ. അവിടെ നമ്മൾ എന്ത് കണക്കാക്കത്തില്ല, നമ്മുടെ വോള് കണക്കാക്കത്തില്ല. സോ ഇറ്റ് ഈസ് എ ടോട്ടൽ ഏരിയ ഓഫ് ദ ഫ്ലോർ ഇൻ ബിറ്റ്വീൻ ദ വോൾസ് ആൻഡ് കൺസിസ്റ്റ് ഓഫ് ഫ്ലോർ ഓഫ് ഓൾ റൂംസ്, വരാന്താസ്, പാസേജസ്, കോറിഡോർസ്, സ്റ്റെയർകേസ് റൂം, എൻട്രൻസ് ഹാൾ, കിച്ചൺ, സ്റ്റോർസ്, ബാത്ത് ആൻഡ് ലാട്രൈൻ എക്സെട്ര. അതായത് ഫ്ലോർ മാത്രം, വോളിൻ്റെ ഉള്ളിൽ എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്ലോർ മാത്രം കണക്കാക്കി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏരിയ ആണ് ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോർ ഏരിയക്കകത്ത് വരാന്തയോ ബാൽക്കണിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഉപയോഗിക്കും. സിൽ ഓഫ് ഡോർസ് ആൻഡ് ഓപ്പണിങ്സ് ആർ നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ ഫ്ലോർ ഏരിയ. ഫ്ലോർ ഏരിയയിൽ സിൽ ഓഫ് ഡോറും ഒന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വോൾസ് ഉണ്ടെങ്കിൽ അത് എക്സ്ക്ലൂഡ് ചെയ്ത് കൊടുക്കണം. പില്ലറുകൾ, പില്ലാസ്റ്റർ, അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്നും നമ്മൾ ഫ്ലോർ ഏരിയയിൽ എടുക്കത്തില്ല. ഫ്ലോർ മാത്രം എടുക്കും. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും പില്ലറുകളോ പിലാസ്റ്ററോ അതല്ലെങ്കിൽ എന്തെങ്കിലും സെപ്പറേഷൻ പോലെ ഉണ്ടെങ്കിൽ അതൊന്നും നമ്മൾ എടുക്കത്തില്ല. അപ്പോൾ ഫ്ലോർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പ്ലിന്ത് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്തത്, ഈ വോളും കൂടി കണക്കാക്കിയുള്ള എക്സ്റ്റേണൽ ഏരിയ ആണ് പ്ലിന്ത് ഏരിയ ആയിട്ട് എടുത്തത്. ഫ്ലോർ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വേണ്ട, വോൾ വേണ്ട. അപ്പം നമുക്ക് ഫ്ലോർ ഏരിയ ഇസ് ഈക്വൽ ടു എന്ത് പറയാം, പ്ലിന്ത് ഏരിയ മൈനസ് പ്ലിന്ത് ഏരിയയിൽ നിന്ന് എന്ത് കുറയ്ക്കണം, ഏരിയ ഓഫ് വോൾസ്. ഏരിയ ഓഫ് വോൾസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വിൽ ഗെറ്റ് ഫ്ലോർ ഏരിയ. അപ്പോൾ ഫ്ലോർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്ലിന്ത് ഏരിയ മൈനസ് ഏരിയ ഓക്കുപ്പൈഡ് ബൈ ദ വോൾസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഓക്കെ, ഇനി അടുത്ത സർക്കുലേഷൻ ഏരിയ ആണ്. നമുക്കറിയാം, ഒരു ബിൽഡിങ്ങിൽ നമുക്ക് ഒരു റൂമിൽ നിന്ന് വേറൊരു റൂമിലേക്ക് പോകണം, അല്ലെങ്കിൽ ഒരു നിലയിൽ നിന്ന് വേറൊരു നിലയിലേക്ക് പോകണം. അങ്ങനെയുള്ള ഏരിയനാണ് സർക്കുലേഷൻ ഏരിയ എന്ന് പറയുന്നത്. ഒരു ഫ്ലോറിൽ തന്നെയുള്ള മൂവ്മെൻറ്റിനെ ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ എന്നും വിത്തിൻ ദ ഫ്ലോർസ് ഉള്ള മൂവ്മെൻറ്റിനെ നമ്മൾ വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ എന്നും പറയും. Okay, it's a floor area of verandas, passages, corridors, balconies, entrance hall, porches, staircases, etc. which are used for the movement of person using the building. ബിൽഡിംഗ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ മൂവ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ഏരിയ. അതായത് അതിനകത്ത് എന്ത് വരും, ഫ്ലോർ ഏരിയ ഓഫ് വരാന്ത വരും, പാസേജ് വരും. കാര്യം ഒരു റൂമിൽ നിന്ന് വേറെ റൂമിലേക്കല്ലേ പോകുന്നത്, വരാന്ത വഴി, പാസേജ് വഴി, കൊറിഡോർ വഴി, ബാൽക്കണീസ്, എൻട്രൻസ് ഹാള്, പോർച്ചസ്, സ്റ്റെയർകേസ് എക്സെട്ര. ഓക്കെ, ഇനി സർക്കുലേഷൻ ഏരിയ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ ഉണ്ട്, വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ ഉണ്ട്. ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ വിത്തിൻ ദ ഫ്ലോറിലുള്ള മൂവ്മെൻറ്റും, വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോറുകൾ തമ്മിലുള്ള മൂവ്മെൻറ്റുമാണ്. ഓക്കെ, ഇനി ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ ഓഫ് എ ബിൽഡിംഗ് ഇസ് ദ ഏരിയ ഓഫ് വരാന്താസ്, പാസേജസ്, കോറിഡോർ, ബാൽക്കണി, പോർച്ചസ് എക്സെട്ര വിച്ച് ആർ റിക്വയർഡ് ഫോർ ദ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് ദ പേഴ്സൺ. അതായത് ഒരു ബിൽഡിങ്ങിനകത്തുള്ള ആൾക്കാരുടെ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള കോറിഡോർ, പാസേജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് വരാന്ത, പിന്നെ ബാൽക്കണി, പോർച്ചസിനൊക്കെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ എന്ന് പറയുന്നത്. നോർമലി പ്ലിന്ത് ഏരിയയുടെ 10 മുതൽ 15% വരെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ പ്ലോട്ട് ഏരിയയുടെ ചോദിച്ചാൽ 20 മുതൽ 25%. അപ്പോൾ പ്ലോട്ട് ഏരിയ 20 മുതൽ 25%, അതുപോലെ പ്ലിന്ത് ഏരിയയുടെ 10 മുതൽ 15% ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ കൊടുക്കും. ഈ വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ ഈസ് ദ ഏരിയ സ്പേസ് occupied by staircase, lifts at the entrance hall adjacent to them which are required for the vertical movement of the users. അതായത് സ്റ്റെയർ ആവാം, ലിഫ്റ്റ് ആവാം, അതിൻ്റെ ഏരിയസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ. അതായത് ഒരാൾക്ക് ഒരു ഫ്ലോറിൽ നിന്ന് വേറൊരു ഫ്ലോറിലേക്കുള്ള മൂവ്മെൻറ്റിന് സഹായകരമായിട്ടുള്ള. ഓക്കെ, ദിസ് മേ ബി എത്രയാണ്, നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പ്ലിന്ത് ഏരിയയുടെ 4 to 5% ആണ് നമ്മൾ എന്തായിട്ട് കൊടുക്കുക, വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ. ഇതെല്ലാം ചോദിക്കാറുള്ളതാണ്, എത്ര % കൊടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു ഏരിയ ആണ് കാർപ്പറ്റ് ഏരിയ. അപ്പോൾ നമ്മൾ ഏതൊക്കെ പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് പ്ലിന്ത് ഏരിയ പറഞ്ഞു, പിന്നെ ഫ്ലോർ ഏരിയ പറഞ്ഞു, അതിനുശേഷം നമ്മൾ സർക്കുലേഷൻ ഏരിയ പറഞ്ഞു. ഇനി അടുത്തയാണ് നമ്മുടെ കാർപ്പറ്റ് ഏരിയ. ഓക്കെ, യൂസബിൾ ഏരിയ, ലിവബിൾ ഏരിയ, ലെറ്റബിൾ ഏരിയ എന്നെല്ലാം അറിയപ്പെടുന്ന ആരെ തന്നെയാണ് നമ്മുടെ കാർപ്പറ്റ് ഏരിയ. യൂസബിൾ ഏരിയ, ലിവബിൾ ഏരിയ, ലെറ്റബിൾ ഏരിയ, നമ്മൾ ഉപയോഗിക്കുന്നത് ജീവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ. ദിസ് ഇസ് എ ടോട്ടൽ ഫ്ലോർ ഏരിയ മൈനസ് ദ സർക്കുലേഷൻ ഏരിയാസ്, വരാന്താസ്, കോറിഡോർസ്, പാസേജസ്. അതായത് നമ്മൾ ഫ്ലോർ ഏരിയ അടുത്തുള്ള ഫ്ലോർ ഏരിയയിൽ നിന്ന് എന്തൊക്കെ കുറയ്ക്കണം, നമുക്ക് സർക്കുലേഷൻ ഏരിയ കുറയ്ക്കണം, വരാന്ത കുറയ്ക്കണം, കോറിഡോർ കുറയ്ക്കണം, പാസേജ് കുറയ്ക്കണം, സ്റ്റെയർ കേസസ് കുറയ്ക്കണം, ലിഫ്റ്റ് കുറയ്ക്കണം, എൻട്രൻസ് ഹോൾ എക്സെട്ര, ആൻഡ് മൈനസ് അതർ നോൺ യൂസബിൾ ഏരിയ സച്ച് ആസ് സാനിറ്ററി അക്കോമഡേഷൻസ്, എയർ കണ്ടീഷനിങ് റൂംസ് എക്സെട്ര. അതായത് നമ്മൾ ഉപയോഗിക്കാത്ത സ്ഥലങ്ങൾ, അതായത് ഇപ്പം നമുക്ക് സാനിറ്ററി ഫിറ്റിംഗ് വെച്ചിരിക്കുന്ന ഏരിയ, അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, എയർ കണ്ടീഷനിങ് റൂം ഉണ്ടെങ്കിൽ അതൊന്നും നമ്മൾ ലിവബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കാൻ ഉപയോഗിക്കുന്ന ഏരിയ, അവിടെ ഒന്നും നമ്മൾ താമസിക്കുന്നില്ല. അത്തരത്തിലുള്ള ഏരിയകൾ ഫ്ലോർ ഏരിയയിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏരിയ ആണ് കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ ഈ കൊറിഡോറിലൊന്നും
എന്താ പറയുക നമ്മൾ കാർപ്പറ്റ് ഏരിയ ആയിട്ട് കണക്കാക്കത്തില്ല. അതായത് കൊറിഡോറും പാസേജ് അതൊക്കെ നമുക്ക് ലിവബിൾ ഏരിയയിൽ നിന്ന് മൈനസ് ചെയ്ത്, അതായത് നമ്മൾ ഫ്ലോർ ഏരിയയിൽ നിന്ന് ഇതൊക്കെ കുറച്ചെടുക്കുന്നതാണ് നമ്മുടെ കാർപ്പറ്റ് ഏരിയ. ലിവബിൾ ഏരിയ എന്ന് ലെറ്റബിൾ ഏരിയ എന്നൊക്കെ പറയും. അതിനകത്ത് നമുക്ക് എന്ത് മാത്രം മതി, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏരിയ ഭാഗം മാത്രം മതി. അതിൽ നിന്ന് നമുക്ക് എന്താണ് നമ്മുടെ വരാന്ത, കോറിഡോർ, പാസേജ്, സ്റ്റെയർ കേസ്, ലിഫ്റ്റ്, പിന്നെ സാനിറ്ററി ഫിറ്റിങ്സ് ഇരിക്കുന്നത്, ബാത്റൂം ആവാം, അതുപോലെ തന്നെ വാഷ് ബേസിൻ, അതെല്ലാം നമുക്ക് മൈനസ് ചെയ്ത് കളയാം. അതാണ് നമ്മുടെ കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോർ ഓഫീസ് ബിൽഡിംഗ് കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത് 60 to 75% ഓഫ് പ്ലിന്ത് ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളതാണ്. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത്, നമുക്ക് കാർപ്പറ്റ് ഏരിയയിൽ നിന്ന് റെസിഡൻഷ്യൽ ബിൽഡിംഗ് കണക്കാക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കിച്ചൺ, പാൻട്രി, സ്റ്റോഴ്സ്, അങ്ങനെയുള്ള നമ്മൾ ലിവിങ് പർപ്പസിന് ഉപയോഗിക്കാത്ത റൂംസ് എല്ലാം റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ ഫ്ലോർ ഏരിയയിൽ നിന്ന് കുറച്ചാൽ മാത്രമാണ് നമുക്ക് കാർപ്പറ്റ് ഏരിയ കിട്ടുക. ഓക്കെ, അപ്പോൾ കാർപ്പറ്റ് ഏരിയ നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ നിന്ന് അതിൽ നിന്ന് നമ്മുടെ കിച്ചൺ മാറ്റണം, പാൻട്രി മാറ്റണം, സ്റ്റോർ റൂം മാറ്റണം. ഇവിടെ ഒന്നും നമ്മൾ ലിവിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല. അതെല്ലാം തന്നെ നമ്മൾ ഫ്ലോർ ഏരിയയിൽ നിന്ന് കുറച്ചാലാണ് നമുക്ക് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ എന്ത് കിട്ടുക, കാർപ്പറ്റ് ഏരിയ കിട്ടുക. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് കാർപ്പറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ പ്ലിന്ത് ഏരിയയുടെ 50 മുതൽ 65% വരെയാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഓഫീസിന് 60 to 75%, റെസിഡൻഷ്യലിന് 50 to 65%. ഓക്കെ, ഇനി ഫ്രെയിംഡ് മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണെങ്കിൽ, ഒരു ഫ്രെയിംഡ് ആയിട്ടുള്ള പല നിലകളുള്ള മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ആണെങ്കിൽ നമ്മുടെ വോൾ ഏരിയ ഓക്കുപ്പൈഡ് ബൈ ദ വോൾ മേ ബി 5 to 10% ഓഫ് ദ പ്ലിന്ത് ഏരിയ. വോൾ ഉപയോഗിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ 5 to 10% ഓഫ് പ്ലിന്ത് ഏരിയ ആണ്. ആൻഡ് എ സ്റ്റാൻഡേർഡ് 3% ഫോർ എക്സ്റ്റേണൽ വാൾസ് ആൻഡ് 2% ഫോർ ഇൻറ്റേർണൽ വാൾസ്. 5 മുതൽ 10% വരെ പറയുന്നെങ്കിൽ 3% എന്താണ് എക്സ്റ്റേണൽ വാൾസിനും 2% ഇൻറ്റേർണൽ വാൾസുമാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഓർഡിനറി ബിൽഡിങ്സ് ആണ്, വിത്തൗട്ട് ഫ്രെയിംഡ് ആണ്, ഫ്രെയിംഡ് സ്ട്രക്ചർ അല്ലെങ്കിൽ വോള് ഒക്കുപ്പൈ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ 10 to 15% ചോദിച്ച് കണ്ടിട്ടുണ്ട്. 5 മുതൽ 10% ഫ്രെയിംഡ്, അതുപോലെ തന്നെ 10 to 15% ആണ് ഫ്രെയിംഡ് അല്ലാത്ത ബിൽഡിങ്സിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡെഫിനിഷൻസ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ പ്ലിന്ത് ഏരിയ ഓർത്ത് വെക്കുക, ഫ്ലോർ ഏരിയ, സർക്കുലേഷൻ ഏരിയ, കാർപ്പറ്റ് ഏരിയ, ഇത് 4 ചോദിക്കാറുള്ളതാണ്. പ്ലിന്ത് ഏരിയയിൽ ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യും എക്സ്ക്ലൂഡ് ചെയ്യും സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. അതുപോലെ തന്നെ പെർസെൻറ്റേജ് എത്ര ആണ് നമ്മൾ കൊടുക്കുക, വോൾസിൻ്റെയും ഒന്ന് അഡീഷണലി പറഞ്ഞൊന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ ഫുൾ കണ്ടൻറ്റ് നമുക്ക് നമ്മുടെ PWD സെക്കൻഡ് ഗ്രേഡ് നിമി ബേസ്ഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് നമുക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് നമ്മളോടൊപ്പം ചേർന്ന് എക്സാം പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. താങ്ക് യു.